എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസത്തിൽ കൃഷ്ണകഥകൾ കേൾക്കുക എന്നുള്ളതാണ് അഭികാമ്യം. എല്ലാവരെ കുറിച്ചും കേൾക്കാം. ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുന്നതിന് വൈശാഖ മാസത്തിൽ പ്രാമുഖ്യം കൂടുതലാണ്. അങ്ങനെയുള്ളൊരു കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്നത്. ഭഗവാന് വിരുന്ന് കൊടുത്ത ഒരു രാജാവിൻ്റെയും ബ്രാഹ്മണൻ്റെയും കഥ. ഈ കഥ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഒരു കഥയാണ്. ശ്രുതദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെയും ബഹുലാശ്വൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജാവിൻ്റെയും കഥയാണിത്. മിഥില എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്താണ് ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്. അതായത് ദരിദ്രനായിട്ടുള്ള ആളോടാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. സമ്പത്തുള്ള ആൾക്കാരോട് ഗുരുവായൂരപ്പന് അത്ര താല്പര്യം ഇല്ല. അല്ലെങ്കിൽ സമ്പത്താണ് ഭക്തിയെ നിർണ്ണയിക്കുന്നത്. സമ്പത്ത് കുറഞ്ഞവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്നാണ്. സമ്പത്ത് കൂടിയവൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വിചാരം അദ്ദേഹമാണ് ഏറ്റവും മോശം ആൾ എന്നാണ്. ഈ ധാരണ ഭഗവാനില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലെ സമ്പത്തിൻ്റെ കണക്ക് വെച്ചല്ല ഭഗവാൻ ഭക്തിയെ നിർണ്ണയിക്കുന്നത്. നമ്മൾ എന്ത് സമീപനം ഭഗവാനോട് എടുക്കുന്നു എന്നുള്ള രീതിക്കാണ്. അതിന് പണത്തിനോ സമ്പത്തിനോ ഒന്നും ഒരു സ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരുന്ന കഥയാണ് ഈ രാജാവിൻ്റെയും ബ്രാഹ്മണൻ്റെയും കഥ. ഒരിക്കൽ ഭഗവാൻ തൻ്റെ പ്രശസ്തമായിട്ടുള്ള സുധർമ്മ എന്ന് വിളിക്കപ്പെടുന്ന രാജധാനിയിൽ സർവാലങ്കാര വിഭൂഷിതനായിട്ട് വിരാജിക്കുന്ന സമയത്ത് ബഹുലാശ്വൻ എന്ന് വിളിക്കപ്പെടുന്ന മിഥിലയിലെ രാജാവ് ഭഗവാനെ കാണാൻ വന്നു. ഭഗവാനെ കാണാൻ വന്ന് നമസ്കരിച്ചു. ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുന്നു. ഭഗവാനെ കണ്ടിട്ട് അദ്ദേഹത്തിന് ആനന്ദാശ്രു വരുന്നു. അത്രയധികം ഭക്തിയോടുകൂടി അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഒരു തവണ എൻ്റെ കൊട്ടാരത്തിലേക്ക് ഒന്ന് വരണം. അങ്ങക്ക് ഒരു നേരത്തെ ഭക്ഷണം തരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങയെ സൽക്കരിക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങേക്ക് കൃപയുണ്ടായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളാനുള്ള മഹാമനസ് അങ്ങ് കാണിക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണനെ നമസ്കരിച്ചു ഈ ബഹുലാശ്വൻ എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തായാലും അങ്ങ് ഇതുവരെ വന്ന് വിളിച്ചതല്ലേ, ഉറപ്പായിട്ടും ഒരു ദിവസം ഞാൻ വരാം എന്ന് കരുതി ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു തീയതിയും പറഞ്ഞു, ഇന്നേ ദിവസം വരും. അപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ അന്നത്തെ ദിവസം ഭഗവാന് വേറെ തിരക്കുകളൊന്നുമില്ല. അന്നേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ താങ്കളുടെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ബഹുലാശ്വൻ എന്ന് പറഞ്ഞ രാജാവ് അവിടുന്ന് പോയി. വീണ്ടും ഭഗവാൻ സഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സാധു ബ്രാഹ്മണൻ, ശ്രുതദേവൻ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഉണ്ട് ഈ വടിയും കുത്തിപ്പിടിച്ച് പാവം വയ്യാത്തടത്ത് ഭഗവാനെ കാണാൻ വന്നു. എന്തൊക്കെയാണ് ബഹുലാശ്വൻ ഭഗവാനെ കണ്ടപ്പോൾ ചെയ്ത് അതൊക്കെ ഈ ബ്രാഹ്മണൻ ചെയ്തു. ഭഗവാനെ നമസ്കരിക്കണു, ഭഗവാനെ കീർത്തിക്കണു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹവും ഭഗവാന്റെ കാൽക്കീഴിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ഒരു ദിവസം അങ്ങ് എൻ്റെ കുടിലേക്ക് ഒന്ന് വരണം. ഞങ്ങൾക്ക് അങ്ങയെ സൽക്കരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. എങ്കിലും ഭാര്യയുടെയും മക്കളുടെയും ഞങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ വലിയ ആഗ്രഹമാണ് അങ്ങ് അവിടേക്കൊന്ന് എഴുന്നള്ളുകയാണെങ്കിൽ അങ്ങയുടെ കൂടെ അല്പസമയം ഇരിക്കാനും അങ്ങയ്ക്ക് ഭക്ഷണം നേദിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങയ്ക്ക് മനസ്സ് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടിലേക്ക് അങ്ങ് എഴുന്നള്ളണം എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്നാണ് ഞാൻ വരേണ്ടത് എന്ന് ബ്രാഹ്മണനോട് വളരെയധികം സ്നേഹത്തോടു കൂടി ഭഗവാൻ ചോദിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞ തീയതിയും ബഹുലാശ്വൻ പറഞ്ഞ തീയതിയും ഒരേ സമയമായിരുന്നു. ഭഗവാൻ ശ്രുതദേവൻ എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണനോടും പറഞ്ഞു, ഈ ദിവസം ഈ സമയത്ത് ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് വന്നോളാം. നമുക്ക് എന്തായാലും അല്പസമയം ഒരുമിച്ചിരിക്കാം. അല്ലാതെ അന്നേ ദിവസം ഞാൻ കൊട്ടാരത്തിൽ മറ്റൊരു കാര്യത്തിന് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് വരാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഗുരുവായൂരപ്പൻ ഇതേ ഭഗവാൻ തന്നെ രണ്ട് രൂപങ്ങൾ സ്വീകരിച്ച് ഒരേ സമയം ബഹുലാശ്വൻ്റെ വീട്ടിലേക്കും ശ്രുതദേവൻ്റെ കുടിലേക്കും ഭഗവാൻ പോയി എന്നാണ്. കൊട്ടാരത്തിൽ പോയ സമയത്ത് ഭഗവാനെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ ആനയിക്കാനുള്ള സൗകര്യം, വെഞ്ചാമരം, ഭഗവാൻ ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ, എല്ലാ തരത്തിലുള്ള പരിചാരകർ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കുടിലിൽ ശ്രുതദേവൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് അവിടെ ഒന്നും തന്നെ ഇരിക്കാൻ പോലും നല്ലൊരു സ്ഥലമില്ല. ഏറ്റവും സാധാരണ ഭക്ഷണം മാത്രമേ അവിടെ ഉള്ളൂ. എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രണ്ടിടത്തുനിന്നും ഭഗവാൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. രണ്ടുപേരെയും അനുഗ്രഹിച്ചു. രണ്ടുപേരുടെയും വിരുന്നിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അല്ലാതെ ശ്രുതദേവനോട് അങ്ങയുടെ ദാരിദ്ര്യത്തിൻ്റെ പേരിലുള്ള ഭക്തി ഗംഭീരായി എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല.
അങ്ങയുടെ സമ്പത്ത് വളരെ മോശമാണ്, അതുകൊണ്ട് ഇത്ര അഹങ്കാരമൊന്നും കാണിക്കേണ്ടെന്ന് ബഹുളാശനോടും ഭഗവാൻ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും ഭക്തിയോടെ തങ്ങൾക്ക് സാധിക്കുന്നത് കൊടുത്തപ്പോൾ അത് സന്തോഷത്തോടു കൂടി ഭഗവാൻ സ്വീകരിച്ചു. ഇതായിരിക്കണം ഭഗവാനോടുള്ള നമ്മുടെ സമീപനം. അല്ലാതെ ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടുള്ള ഐശ്വര്യങ്ങളുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ ഭക്തിയെ നിർവചിക്കാൻ നമ്മൾ മുതിരരുത് എന്ന് ഈ കഥയിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ എന്നുള്ള വികാരം മാത്രമേ ഉള്ളൂ. സമ്പത്തൊന്നും പരിഗണനാ വിഷയമേ അല്ല. സമ്പത്ത് കുറഞ്ഞു എന്ന് കരുതി ഭക്തി കൂടുന്നുമില്ല, സമ്പത്ത് കൂടി എന്ന് കരുതി ഭക്തി കുറയണമില്ല. ഈ ധാരണ എപ്പോഴും മനസ്സിൽ വയ്ക്കാൻ ഈ ബ്രാഹ്മണൻ്റെയും രാജാവിൻ്റെയും കഥ ഭാഗവത്തിൽ പറയാറുണ്ട്. ഈ വൈശാഖ മാസക്കാലത്ത് ആ കഥ കൂടി അനുസ്മരിക്കാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് ഉണ്ടായതിനെ സ്മരിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.